അപ്പോൾ എല്ലാവർക്കും കുക്ക് ആൻഡ് ഡിലൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഷ് ഫില്ലറ്റ് വെച്ചിട്ട് നമ്മളുടേതായ ശൈലിയിൽ തേങ്ങ അരച്ച് ഒരു മീൻകറി രുചികരമായി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമ്മൾ പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടാൻ അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള ഫിഷ് ഫില്ലറ്റ് വാങ്ങിച്ച് നമ്മളുടേതായ ശൈലിയിൽ കറി വെച്ച് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു മാർഗം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന വാള എന്ന് പറയുന്ന മീനിൻ്റെ ഒരു ഫില്ലറ്റാണ്. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. കാര്യം ഇതിനധികം വേവില്ല. ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ അത് ചിലപ്പം പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് തേങ്ങ, അതിനകത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അല്പം കടുക്, അതിനോടൊപ്പം ഒരു അല്പം ഉലുവ, ഒരു 1/2 ടീസ്പൂണിനേക്കാൾ താഴെ കായപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഒരു അല്പം, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള നമ്മളുടെ വാളൻ പുളി, ഒരു മുഴുവൻ തക്കാളിക്കയുടെ 1/4 ഭാഗം മുറിച്ചെടുക്കുക. അത് 2-3 കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം ഒരു 1-2 കറിവേപ്പിലയുടെ തണ്ട് കൂടി ഇതിനകത്തേക്കിട്ട് ഇതല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിന് ശേഷം ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ചുമന്ന മുളക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വടക്കൻ പുളി എന്ന് പറയും, ആ പുളി ഒരു 2 കഷ്ണം ഇടുക. ഇല്ല, വടക്കൻ പുളി ഞാൻ ശരിക്കും ഇതിനകത്തേക്ക് നമ്മൾ മാങ്ങ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടി ടേസ്റ്റായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വെച്ചിരുന്ന മാങ്ങ പഴുത്തുപോയി. വടക്കൻ പുളിയാണ് 2 കഷ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തക്കാളിയുടെ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, അതും കൂടെ അരിഞ്ഞ് ഇതിനകത്തേക്കിട്ട് ചെറുതായിട്ടൊന്ന് ഒരു 1 മിനിറ്റിൽ താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിന് ശേഷം നമ്മളവിടെ അരച്ച് വെച്ചിരുന്ന നമ്മളുടെ അരപ്പ് മിക്സ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ചേർത്ത് അതിനകത്തേക്ക് വേണമെങ്കിൽ 1-2 പച്ചമുളക് കൂടി നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കുക. ഒരു അടപ്പ് പാത്രം എടുത്ത് നമ്മളുടെ ഈ അരപ്പ് മിക്സ് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിക്കണം. ഇത് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ പറക്കിയിട്ടാൽ മതി. കാരണം മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഇത് ഓവർ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ മീനിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റിൽ താഴെയുള്ള വേവ് മാത്രമേ ഈ മീൻ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് പറക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ഒരുപാട് വേവിച്ച് കളയേണ്ട ആവശ്യമില്ല. 7-8 മിനിറ്റ് ആകുമ്പോൾ നമ്മൾക്ക് ഈ കറിയുടെ മൂടി ഒന്ന് തുറന്ന് വെച്ച് നോക്കിയതിന് ശേഷം എല്ലാം ഓക്കെയാണോ, ഉപ്പെല്ലാം ശരിയാണോ, പുളിയും എല്ലാം നോക്കുക. ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് മീൻകറി ഉണ്ടാക്കുന്നത്, മീൻകറി വെച്ചാൽ കിട്ടുന്ന ആ റിയൽ അതേ ടേസ്റ്റ് തന്നെ ഇതിനുമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ട് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു കറിയാണ്. അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.